Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ളാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. സ്വന്തം പിതാവിൻ്റെതെന്ന് കരുതപ്പെടുന്ന അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കാൻ പടവുകൾ കയറിയിറങ്ങി ഒരു വയോധികൻ. നീലീശ്വരം ഐക്കുളത്ത് വീട്ടിൽ പരേതനായ കാളപ്പന്റെ മകൻ 71 വയസ്സുള്ള രാജനാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ ശാന്തി നഗറിലുള്ള 2.5 ഏക്കറോളം വരുന്ന ഭൂമിക്കായി പടവുകൾ കയറിയിറങ്ങുന്നത്. നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ശാന്തി നഗറിൽ എൻ്റെ പിതാവ് കുറെ സ്ഥലം വാങ്ങിയിരുന്നു. അത് മാത്തു എന്ന് പറഞ്ഞ ആളുടെ വീട് പണിയാൻ വേണ്ടി അച്ഛൻ ഇവിടെ വന്നതാ. അപ്പൊ 35-36 കാലഘട്ടത്തിന് അപ്പൊ ഞങ്ങൾക്ക് ആ വസ്തു എൻ്റെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോ അയാൾ കയ്യേറി. രാജൻ എന്ന വയോധികനായ വിശ്വകർമ്മജൻ കഴിഞ്ഞ 35 വർഷത്തോളമായി ഒരു ഏകാംഗ പോരാട്ടത്തിലാണ്. 1960 മുൻപാണ് കാളപ്പൻ നെടുമ്പാശ്ശേരി അത്താണിക്കടുത്ത് ഇപ്പോഴത്തെ കേരള ഫാർമസിക്ക് പിൻവശം ശാന്തി നഗർ റോഡരികിൽ പള്ളിക്കൽ വർക്കി മകൻ തോമായിൽ നിന്ന് 2.5 ഏക്കർ സ്ഥലം വാങ്ങുന്നത്. 1961 പാമ്പുകടിയേറ്റ് കാളപ്പൻ മരിച്ചു. അന്ന് 4ാമത്തെ മകൻ രാജന് പ്രായം 4 വയസ്സ്. ജ്യേഷ്ഠ സഹോദരങ്ങളെല്ലാം ഓരോ വയസ്സു മാത്രം പ്രായ വ്യത്യാസമുള്ളവർ. കാളപ്പന്റെ ഭാര്യ ഭവാനി അന്ന് ഗർഭിണിയായിരുന്നു. കാളപ്പന്റെ മരണശേഷം കുറച്ചുനാൾ ഇവരുടെ കുടുംബം ചെങ്ങമനാട് പുതുവാശ്ശേരിയിലുള്ള ഭവാനിയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. ഇതിനിടെ നെടുമ്പാശ്ശേരിയിലെ ഇവരുടെ ഭൂമിയിലുണ്ടായ സംഭവ വികാസങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. മാത്യുവിനെ ഞാൻ കണ്ടിട്ടില്ല. മാത്യു അതിക്ക് മുന്നേ ഇവിടെ കേസിൽ പെട്ട് പുള്ളി വിഷം കുടിച്ച് മരിച്ചു. 2.5 ഏക്കറിൽ 80 സെന്റോളം വരുന്ന പുരയിടത്തിലുണ്ടായിരുന്ന ഇവരുടെ വീട് പൂർണ്ണമായും തകർക്കപ്പെട്ടു. വീടിനകത്തുണ്ടായിരുന്ന ആധാരമടക്കമുള്ള രേഖകളും വീട്ടുസാമഗ്രികളുമെല്ലാം കത്തിപ്പോവുകയോ കാണാതാവുകയോ ചെയ്തു. മക്കളുടെ ബന്ധുക്കാരുടെ പേരിലും മാത്തുവിന്റെ ഭാര്യയുടെ പേരിലും 65 സെന്റ് പാടം മാത്തുവിന്റെ ഭാര്യയുടെ പേരിലും മാത്തുവിന്റെ പേരിലാണ്. പിന്നെ ഈ പറമ്പ് അവരുടെ ബന്ധുക്കാരുടെ മക്കളുടെ 3 ആമക്കളുടെ ബന്ധുക്കാരുടെ പേരിലാണ് കാണുന്നത് വില്ലേജ് രേഖയിൽ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുരയിടവും ഇതോട് ചേർന്നുള്ള 1.7 ഏക്കർ വരുന്ന പാടവും കയ്യേറ്റം ചെയ്യപ്പെട്ടു. 8ഉം പൊട്ടും തിരിയാത്ത കുട്ടികളും മാതാവ് ഭവാനിയും ഈ ചതിക്ക് മുൻപിൽ വിറങ്ങലിച്ചു നിന്നു. പിന്നീട് തങ്ങളുടെ പിതാവ് കാളപ്പൻ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയായിരുന്നു ഇതെന്ന് അയൽക്കാരിൽ നിന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് രാജൻ നീതി തേടിയുള്ള തന്റെ പ്രയാണം ആരംഭിച്ചത്. ഞങ്ങളിവിടെ തന്നെ ഉണ്ടായി താമസിക്കുന്ന അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായി ഞങ്ങൾ താമസം നെടുമ്പാശ്ശേരി കാലത്ത് ഞങ്ങൾ എൻ്റെ അറിവിലൊക്കെ ഒരു കുടുംബം ഇവിടെ ഉള്ളൂ. ഞങ്ങൾ തന്നെ ഒരു 16 വീട്ടുകാരിപ്പോൾ നിലവിലായി. അപ്പോൾ ഇവർ അതിനു മുമ്പ് എപ്പോഴോ ഇവിടെ വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ സ്ഥലം ഉണ്ടായിരുന്നു ഒക്കെ കൊണ്ട് മറ്റുള്ളവരൊക്കെ കയറി കൊണ്ടുപോയതായിരിക്കും. ഒരുപാട് സ്ഥലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് ഇങ്ങനെ മറ്റേ പുഴയുടെ ഒരു ചാലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. നമ്മുടെ ഹൈവേ കൂടെ പോകുമ്പോൾ ഒരു പാലം ഇതൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ കരോട്ടാണ് ഈ പറയുന്ന സ്ഥലം ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അവർ പൈസ കൊടുത്ത് വാങ്ങിയതാണോ തട്ടിപ്പറിച്ച് എടുത്തതാണോ എന്നാണോ പിന്നീട് കയറിയതാണോ എന്നൊന്നും അറിയില്ല. അന്നത്തെ കാലത്ത് ആധാരമൊക്കെ ഒന്ന് വില്ലേജ് ഓഫീസർക്ക് എന്തെങ്കിലും കൊടുത്താൽ മാറ്റി എഴുതാവുന്നൊക്കെ സാഹചര്യങ്ങളാണ്. പിന്നെ അവർ കരടച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതേ രീതിയിലാവും. ഇപ്പൊ അങ്ങനത്തെ സംഭവം നടക്കൂലല്ലോ. നേരെ ഞങ്ങളുടെ വടക്കുവശത്ത് കിടക്കുന്ന അവിടെയാണ് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഞങ്ങളെ ഇതുപോലെ ഇറക്കി വിട്ടാണെന്ന് പറയപ്പെടുന്നു. പക്ഷെ നമുക്ക് ഒന്നും തെളിയിക്കാൻ പറ്റുന്ന ഒരു ഇല്ലാത്ത, അതെ, തലമുറകളും കഴിഞ്ഞു. സ്ഥലം നെടുമ്പാശ്ശേരി തന്നെ, അതായത് പ്രോപ്പർ നെടുമ്പാശ്ശേരി എന്ന് അറിയാനായിട്ട് നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, നെടുമ്പാശ്ശേരി വില്ലേജ്, നെടുമ്പാശ്ശേരി കര, നെടുമ്പാശ്ശേരി പോസ്റ്റ് ഓഫീസ്, ഇത്രയും ഉൾപ്പെടുന്ന സ്ഥലമാണത്. അതേസമയം കയ്യേറ്റക്കാർ പ്രബലരായിരുന്നു. പഴയ പല രേഖകളും നശിപ്പിക്കപ്പെടുകയും പുതിയവ ഉണ്ടാകുകയും ചെയ്തു. വില്ലേജ്, താലൂക്ക്, പഞ്ചായത്ത് ഓഫീസുകൾ തുടങ്ങി
കളക്ട്രേറ്റ് വരെ രാജൻ കയറി ഇറങ്ങിയെങ്കിലും കാലപ്പഴക്കത്താൽ ആധാരത്തിന്റെ വിവരങ്ങൾ ലഭ്യമല്ലെന്ന മറുപടിയായിരുന്നു രാജന് ലഭിച്ചത്. 2022 വിവരാവകാശ നിയമപ്രകാരം സർവേ നമ്പർ തിരക്കിയെങ്കിലും മറുപടി ഉണ്ടായില്ല. തന്റെ പിതാവ് ജീവൻ വരെ കൊടുത്തു വളർത്തിയ പാർട്ടിയോ പ്രതിസന്ധി സമയത്ത് സഹായിക്കേണ്ട സ്വന്തം സമുദായമോ നേതാക്കളോ ആരും ഇന്ന് ഈ കുടുംബത്തോടൊപ്പം ഇല്ല. രാജന്റെ അച്ഛൻ കാളപ്പൻ പള്ളിക്കാട് കുടിയിലെ ആ ആശുപത്രിപ്പറമ്പ് എന്നാണ് പേര്. അവിടെയാണ് അവർ താമസിക്കുന്നത്. 1936 രാജൻ മുന്നോട്ട് വയ്ക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്. ഭൂമിയുടെ ക്രയവിക്രയം സംബന്ധിച്ചുള്ള രേഖകളുടെ നമ്പറെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാൻ സർക്കാർ വകുപ്പുകൾക്ക് ബാധ്യതയില്ലേ? തങ്ങളുടെ ഭൂമി കയ്യേറിയവരുടെ പക്കലുള്ള രേഖകളും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിട്ടും മറുപടി തരാത്തത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്ക് തീരുമാനമാകും വരെ പിന്നോട്ടില്ല എന്നു തന്നെയാണ് രാജൻ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതിയതായി അധികാരത്തിലേറിയ പഞ്ചായത്ത് ഭരണസമിതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് രാജൻ. ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ്. ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. 70 years of trust. ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ്. ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. 70 years of trust.